വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് 1.5 മണിക്കൂറാണ് എക്സാമിൻ്റെ ടൈം. 40-ലായിരിക്കും പരീക്ഷ. അപ്പോൾ എല്ലാവരും നല്ല മാർക്ക് വാങ്ങുക. ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും എല്ലാം നമ്മുടെ വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നിർദ്ദേശം, പഹല 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഹേ. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. ഈ ഒരു സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫുള്ള് വായിച്ച് എഴുതാൻ വേണ്ടി തയ്യാറാവണം. അടുത്ത നിർദ്ദേശം, ഓർ ക്വസ്റ്റ്യൻസിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ മതി. ഇനി നമുക്ക് ആദ്യത്തെ നോക്കാം. ഇവിടെ സൂചന എന്ന് തന്നിട്ടുള്ളത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എത്ര ക്വസ്റ്റ്യൻ മുതൽ എത്ര ക്വസ്റ്റ്യൻ വരെയാണ് ഈ പാസേജ് എന്നൊക്കെ മനസ്സിലാക്കാനാണ് ഈ സൂചന തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം സൂചന വായിക്കാം. झटपट और नटखट कहानी का यह अंश पढ़े और 1 से 5 तक के प्रश्नों के उत्तर लिखे. മനസ്സിലായോ? അതായത് ഈ തന്നിട്ടുള്ള പാസേജ്, ഒരു ബോക്സിലാക്കിയിട്ടുള്ള പാസേജ് ജട്ട്പട്ട് ഔർ നട്ട്കട്ട് എന്ന സ്റ്റോറിയിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് വായിച്ചിട്ട് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെന്നാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും നേരെ മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന് 1 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്ക്, മൂന്നാമത്തേന് 1 മാർക്ക്, നാലാമത്തെ ക്വസ്റ്റ്യന് 1 മാർക്ക്, പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 4 മാർക്കാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ മാർക്ക് നോക്കിയിട്ട്, സ്കോർ നോക്കിയിട്ട് വേണം കുട്ടികൾ ആൻസർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജട്ട്പട്ട് കിസ് പർ ജുഞ്ചിലാത്താതാ. ജട്ട്പട്ടിന് ആരോടാണ് ദേഷ്യം വന്നത്? ആൻസർ, ജട്ട്പട്ട് നട്ട്കട്ട് പർ ജുഞ്ചിലാത്താതാ. ജട്ട്പട്ട് നട്ട്കട്ടിനോടാണ് അവന് ദേഷ്യം വന്നത്. അപ്പോൾ അതെല്ലാ കൂട്ടുകാർക്കും അറിയാം അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജട്ട്പട്ട് ക്യോം കുച്ച് കഹ്ന പാത്താതാ. ജട്ട്പട്ട് എന്താണ് ഒന്നും മിണ്ടാതിരുന്നത്? എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? നമുക്ക് പാസേജിൽ നോക്കാം കേട്ടോ. ഫസ്റ്റ് സെൻറ്റൻസിലുണ്ട്, पर कुछ कह ना पाता, बड़ा था छोटे का ध्यान तो उसे रखना ही था. അപ്പോൾ ഈ സെൻറ്റൻസ്, ഈ 2 സെൻറ്റൻസ് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ പാസേജിനകത്ത് ഉത്തരമുണ്ട്. ആ ഉത്തരം ഏതാണെന്ന് കുട്ടികൾ കണ്ടുപിടിക്കുകയും അത് എഴുതുകയും ചെയ്യണം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 2 സെൻറ്റൻസ് എങ്കിലും വേണം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സഹി വികൽപ്പ് ചുൻകർ ലിയേ. ഇത് ഗ്രാമർ പോർഷനാണ്. അപ്പോൾ ഇവിടെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി? ഇതാണ് ആൻസർ. ഇതാണ് വഹ് പ്ലസ് കോ ഉസേ. അപ്പോൾ വഹ് പ്ലസ് ക എന്താ വരിക? ഉസ്ക എന്നാണ് വരിക. വഹ് പ്ലസ് കെ ഉസ്കെ, വഹ് പ്ലസ് കി ഉസ്കി. പക്ഷേ വഹ് പ്ലസ് കോ എന്ന് പറയുമ്പോൾ ഉസ്കോ അല്ലെങ്കിൽ ഉസേ എന്ന് വരും. അപ്പോൾ അത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തത് 4ാമത്തെ നോക്കാം. നമൂനയ്ക്ക് അനുസാർ ബദൽക്കർ ലിഖേ. തന്നിട്ടുള്ള മോഡൽ ഉപയോഗിച്ച് മാറ്റി എഴുതാനാണ്. അപ്പോൾ ഓൾറെഡി ഒരു മോഡൽ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? ജട്ട്പട്ട് ശിക്കായത്ത് കർത്താ ഹേ. ജട്ട്പട്ട് പരാതി കൊടുത്തു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ജട്ട്പട്ട് ശിക്കായത്ത് കർ രഹാ ഹേ. ജട്ട്പട്ട് പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് അടുത്ത ഉത്തരം നോക്കാം. നട്ട്കട്ട് ജഡേ പക്കഡ്കർ ജൂൽ താഹേ. നട്ട്കട്ട് വേര് പിടിച്ചിട്ട് ആടുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? നട്ട്കട്ട് ജഡേ പക്കഡ്കർ ജൂൽത്താ രഹ്താ ഹേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അതെങ്ങനെ എഴുതുന്നതെന്ന്? നമ്മൾ ചെയ്തതിൻ്റെ കൂടെ രഹ് ചേർത്ത് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, मान ले कि झटपट घर पहुंचकर नटखट के संबंध में अपनी माम से शिकायत करता है. माम और झटपट के बीच की संभावित बातचीत तैयार करें. झटपट വീട്ടിൽ പോയിട്ട് അമ്മയോട് ഇതെല്ലാം പറയുകയാണ്. അപ്പോൾ അമ്മയോട് പറയുന്ന പരാതി ആണ് ഇവിടെ എഴുതേണ്ടത്. മാം ഔർ झटपट की बीच की संभावित बातचीत. അമ്മയും झटपട്ടും തമ്മിലുള്ള കോൺവെർസേഷനാണ് കൂട്ടുകാരെ എഴുതേണ്ടത്. അപ്പോൾ നമ്മളിത് ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം. അപ്പോൾ ഇത് കൂട്ടുകാർ എഴുതിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ടെങ്കിൽ എഴുതുകയോ ചെയ്യാം കേട്ടോ. ജട്ട്പട്ടും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ. ഇനി യാ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, ഓർ ക്വസ്റ്റ്യൻ ആണ്. झटपट और नटखट कहानी का यह अंश पढ़कर दिए गए प्रश्नों का उत्तर लिखिए. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് അല്ല, ആൻസർ എഴുതാൻ കോൺഫിഡൻ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഈ പാഠത്തിൽ തന്നെ വേറൊരു പാസേജ് തന്നിട്ടുണ്ട്.
ചോദ്യം വായിക്കാം. പ്രസ്തുത ഘടന के आधार पर झटपट के एक दिन की ഡയറി തയ്യാർ കരേ. ഇതിനും 4 മാർക്കാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനിലെ അതിൽ ഒരെണ്ണത്തിന് എഴുതിയാൽ മതി, 4 മാർക്കാണ്. അതായത് ജട്ട്പട്ടിൻ്റെ ആ ദിവസത്തെ ഡയറി ആണ്. അതും ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ടെങ്കിൽ അത് വായിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഡയറി, ബാത്ചീത്ത് അതൊക്കെ ഉറപ്പായിട്ടും എക്സാമിന് വരും. ഓർ ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയുന്നത് നല്ല രീതിയിൽ എഴുതുക. ഇനി നമുക്ക് അടുത്ത സൂചന നോക്കാം. സൂചന ബഹുത്ത് ദിനോം കെ ബാദ് കവിത കാ അംശ് പഠേ ഔർ 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാഠം ബഹുത്ത് ദിനോം കെ ബാദ് എന്ന കവിതയിൽ നിന്നാണ്. അപ്പോൾ കവിതയിലെ 3 വരികൾ തന്നിട്ടുണ്ട്. ഈ 3 വരി വായിച്ചിട്ട് വേണം 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ बहुत दिनों के बाद कवि को नया एहसास क्यों हो रहा है. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കുറേ നാളുകൾക്ക് ശേഷം കവിക്ക് പുതിയ അനുഭവം ഉണ്ടായി. എങ്ങനെ, എന്തുകൊണ്ട്, എങ്ങനെയാണ് കവിക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടായത്? ആൻസർ ഇതാണ്. കവി बहुत दिनों के बाद अपने गाँव में वापस आता है. വേ ഗാവിക്ക് വിശേഷതാവും കാ ആസ്വാദൻ കർ രഹാ ഹെ. എന്നാണ്, കവി കുറേ നാളുകൾക്ക് ശേഷം തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹം ഗ്രാമത്തിൻ്റെ ആ വിശേഷതകളെ കുറിച്ച് ആസ്വദിച്ച് കൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ ആൻസർ. അതിന് 2 മാർക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോകിൽ ഖണ്ഡി താൻ സെ ക്യാ താൽപര്യ ഹെ. കോകിൽ, ഏഴാമത്തെ ആൻസർ ഇതാണ്. കോകിൽ ഖണ്ഡി താൻ കാ മത്ലബ് ഹെ സുരീലി ആവാസ് വാലി താൻ. സുരീലി എന്ന് പറഞ്ഞാൽ കുയിൽനാദമായിട്ടുള്ള ഭയങ്കര സ്വീറ്റ് വോയിസ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് 1 മാർക്കാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കവിതാംശിക ആശയിലേക്ക്. ഇത് ഉറപ്പാണ്, നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് ആശയം എഴുതാൻ വരും. അപ്പോൾ ആശയത്തിൻ്റെ വീഡിയോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയിൽ പോയിട്ട് നമ്മുടെ ചാനലിൽ പോയിട്ട് നോക്കുക. അതിൻ്റെ മലയാള അർത്ഥമൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഇതിൻ്റെ ഒരു ആൻസർ ഇവിടെ കാണിക്കുന്നതാണ്. ഓക്കെ, അതിന് 4 മാർക്കാണ് കേട്ടോ. നമ്മുടെ ചാപ്റ്ററിൻ്റെ കവിതയുടെ ആശയമാണിത്. യാ അല്ലെങ്കിൽ, ഇനി വീണ്ടും നമുക്ക് ഓർ ക്വസ്റ്റ്യൻ തന്നേക്കാണ്. ഗർ എന്ന പാഠത്തിലെ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നാണ് ഗറിലത്തെ ഒരു ഭാഗം തന്നിട്ട് ചോദ്യം ഇതാണ്. ചിപ്കലി നയെ ഘർ മേ രഹ്നെ വാലി പ്രസ്തുത പ്രസംഗ് പർ മിത്ര കെ നാം ചിപ്കലി കാ പത്ര തയ്യാർ കരേ. ചിപ്കലി പുതിയ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ചിപ്കലി ഫ്രണ്ടിന് എഴുതുന്ന കത്താണ്. ഇതും നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ ഇതിനും 4 മാർക്കാണ്. അപ്പോൾ നമുക്ക് ഈ 8ാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഉണ്ട്. 1ാമത്തെ ഓപ്ഷൻ ടിപ്പണി എഴുതാനാണ്. 2ാമത്തെ ഓപ്ഷൻ ചിപ്കലിയുടെ കത്ത് എഴുതാനാണ്. അപ്പോൾ കൂട്ടുകാർ ഇതിൻ്റെയൊക്കെ ആൻസർ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് കാണിക്കുന്നുണ്ട്, നോക്കുക. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോഷ്ടക സെ വിശേഷൻ ശബ്ദ ചുൻകറിലേക്ക്. ഇത് അഡ്ജക്റ്റീവ് ആണ്, വിശേഷൻ ശബ്ദമാണ് കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ എന്താണ് വിശേഷൻ ശബ്ദം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. താൻ എന്ന് പറഞ്ഞ സൗണ്ട്, ഫൂൽ ഫ്ലവർ, ഫസലേം വിള, ചന്ദൻ വർണ്ണി ചന്ദന നിറമുള്ള. അപ്പോൾ ഈ 4 വാക്കിലും ഒരു അഡ്ജക്റ്റീവായിട്ട് വരുന്ന വാക്ക് ചന്ദൻ വർണ്ണിയാണ് കേട്ടോ. അപ്പോൾ അതിന് 1 മാർക്ക്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ബൂഡികാക്കി എന്നുള്ള പാഠത്തിൽ നിന്നാണ്. നിമ്നലിഖിത് വാക്യോമേം സെ ശസ്തി കി 4 വിശേഷതായും ചുൻകറിലേക്ക്. ഇതിന് 4 മാർക്കാണ്. നമുക്ക് തന്നിട്ടുള്ള താഴെ കൊടുത്തിട്ടുള്ള ശസ്തിയുടെ വിശേഷതകൾ 4 ശരിയായത് എടുത്തെഴുതാനാണ്. അപ്പോൾ ഇതിൽ 1 ശരിയാണ്, 2 ശരിയാണ്, 3 തെറ്റ്, 4 ശരി, 5 ശരി. അപ്പോൾ 4 എണ്ണമാണ് ശരിയുള്ളത്. 4 മാർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് വായിക്കുന്നില്ല, നമുക്ക് സമയം പോകുന്നത് കൊണ്ട് ഫുള്ള് വായിക്കുന്നില്ല. നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഇനി അടുത്തത് വീണ്ടും ഗർ കഹാനി ക അംശ് പഠേ ഔർ 11 to 14 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഗർ എന്ന പാഠത്തിലെ പാസേജ് തന്നിട്ട് 11 to 14 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പോൾ ഗറിൽ ഒരു പാസേജ് തന്നിട്ടുണ്ട്. 11ാമത്തെ ചോദ്യം ചിപ്കലി ഫർഹാദ് കെ ഘർ മേ ജീവൻ ഗുസാർന ക്യോം ചാഹത്തി ഹേ. ചിപ്കലി ഫർഹാദിൻ്റെ വീട്ടിൽ ബാക്കിയുള്ള ജീവിതം കഴിച്ചു കൂട്ടണമെന്ന് തീരുമാനിക്കാൻ എന്താണ് കാരണം? അതിൻ്റെ ആൻസർ നോക്കിക്കോളൂ. ക്യോം കി ഫർഹാദ് അന്യ ജീവ് ജന്തുവം കെ പ്രതി സ്നേഹപൂർണ്ണ വ്യവഹാർ കർണേ വാലാ ഹേ.
എന്തുകൊണ്ടെന്നാൽ ഫർഹാദ് അന്യ ജീവജാലങ്ങളോട് സ്നേഹം കാണിക്കുന്ന സ്നേഹസ്വരൂപനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ചിപ്കലി ഫർഹാദിൻ്റെ കൂടെ താമസിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇത് നമ്മൾ ഈ പാഠത്തിലെ മെയിൻ പോയിന്റ്സ് ആണ് കേട്ടോ. ഫർഹാദിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോഴൊക്കെ ഇത് എഴുതണം. ഇനി 12ാമത്തെ ചോദ്യം, कोष्टक में दिए गए शब्दों की सहायता से वाक्य को आगे बढ़ाए. ഇത് വാക്യ പിരമിഡാണ്. നമുക്ക് ബ്രാക്കറ്റിൽ 2 വാക്കുകൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് 3ഉം 4ഉം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതിന് 2 മാർക്കാണ്. വാക്യ പിരമിഡിന് 2 മാർക്കാണ്. അപ്പോൾ നമ്മൾ സാധാരണ പിരമിഡിൻ്റെ ഷേപ്പിലൊക്കെയാണ് വരയ്ക്കാറ്. ഇവിടെ പിരമിഡിൻ്റെ ഷേപ്പ് ഇല്ല, പക്ഷേ ഉദ്ദേശിക്കുന്നത് വാക്യ പിരമിഡാണ്. അപ്പോൾ ആദ്യം ചിപ്കലീനെ കഹ, ചിപ്കലി പറഞ്ഞു. 2 ചിപ്കലീനെ സമാപ്ത് കർത്തേ ഹുയേ കഹ, ചിപ്കലി അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ഈ 2 സെൻറ്റൻസ് നോക്കിയാൽ ഇതിൻ്റെ ഫസ്റ്റത്തെ ആദ്യം വരുന്നത് ചിപ്കലി എന്നാണ്. അപ്പോൾ നമ്മൾ 3ാമതും 4ാമതും എഴുതുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ചിപ്കലി എന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ ആൻസർ ചിപ്കലീനെ ബാത്ചീത് സമാപ്ത് കർത്തേ ഹുയേ കഹ. 4ാമത്തെ വരിയിൽ ചിപ്കലി ഏക് ഹി വാക്യമേ ബാത്ചീത് സമാപ്ത് കർത്തേ ഹുയേ കഹ. ഈസി അല്ലേ ഇത്? ഇനി അടുത്തത് 13ാമത്തെ ചോദ്യം, ഗർ കഹാനിമേ കിൻ ജാൻവരോം കാ ഉല്ലേഖ് ഹുവാ ഹേ. ഗർ എന്ന സ്റ്റോറിയിൽ ഏതൊക്കെ മൃഗങ്ങളെയാണ്, ജീവജാലങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്? ആൻസർ നോക്കൂ. ഏതൊക്കെ ജീവജാലങ്ങളുണ്ട്? മക്കടി, മക്കിയ, മച്ചർ, ചീണ്ടി, തതയ്യ, ചിടിയ, ഗിൽഹരി, ചിപ്കലി, മേടക്കി, ചൂഹ. കൂട്ടുകാർക്ക് ഇവരൊക്കെ അറിയില്ലേ? ഇവരൊക്കെ അർത്ഥം കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും. ഇനി നമുക്ക് അടുത്ത ചോദ്യം, ഇത് 2 മാർക്കാണ് കേട്ടോ. അടുത്ത ചോദ്യം, പ്രകൃതി സബ്കാ ഘർ ഹേ വിഷയ് पर एक പോസ്റ്റർ തയ്യാർ കരേ. പ്രകൃതി എല്ലാവരുടെയും വീട് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പോസ്റ്റർ എഴുതാനാണ്. ആ പോസ്റ്റർ നമുക്കിതുപോലെ ചെയ്യാം. പ്രകൃതി സബ്കാ ഘർ എന്നതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയെക്കുറിച്ചിട്ടുള്ള കുറച്ച് തോട്ട്സുകൾ ചേർത്തിട്ടുള്ള ഒരു സന്ദേശ് പോസ്റ്ററാണ്, മെസ്സേജ് പോസ്റ്ററാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് 4 മാർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പിക്ചറിലുള്ളത് നിങ്ങൾ നോക്കി വെക്കുക, പഠിക്കുക. പോസ്റ്റർ ഉറപ്പായിട്ടും ചോദിക്കും. ഇനി അടുത്തത് ഫൂൽ കവിതാക്ക അംശപ്പടെ ഔർ 15 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് 15 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളും ഫൂൽ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്, ചോദ്യം വായിക്കാം. കവിയെ പ്ലാസ്റ്റിക് കെ സാരേ ഫൂൽ ക്യോം തോട് ഡാലേ. കവി എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂക്കളെല്ലാം എറിഞ്ഞു കളഞ്ഞത്? ആൻസർ കവി अपने घर में പ്രകൃതി का स्वाभाविक वातावरण लाना चाहते हैं. കവി തൻ്റെ വീട്ടിൽ പ്രകൃതിയുടെ നാച്ചുറൽ സൗന്ദര്യം കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. बच्चों को फूल की पहचान से वंचित नहीं होना चाहते हैं. കുട്ടികളെ പൂക്കളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവിനെ കവി നഷ്ടപ്പെടുത്താനും കവി ആഗ്രഹിക്കുന്നില്ല. അടുത്ത ചോദ്യം, അത് 2 മാർക്കിൻ്റെയാണ്. 16ാമത്തെ ചോദ്യം നോക്കാം. अपने आंगन के मिट्टी से जूझने लगा, मिट्टी से जूझना से क्या तात्पर्य होता? തൻ്റെ മുറ്റത്തെ മണ്ണിനോട് പൊരുതി. ഇവിടെ മണ്ണിനോട് പൊരുതി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ ഇതാണ്, മിട്ടിമേ മെഹനത്ത് കർണ, മണ്ണിൽ പണിയെടുക്കുക. അതിനൊരു മാർക്കാണ്. അടുത്തത് 17ാമത്തെ ചോദ്യം, സംഘർഷ് കർണേ കെ ലിയെ കവിതാമേ പ്രയുക്തി ശബ്ദ് കോൺസാ ഹേ. കഷ്ടപ്പെടുക, പൊരുതുക എന്ന് പറയുന്ന വാക്ക്, ഈ കവിതയിൽ വരുന്ന ഒരു വാക്ക് ഏതാണ്? എന്ത് വാക്കാണ് ഈ ഒരു അർത്ഥം ഉൾപ്പെടുത്തുന്നത്? ആൻസർ ജൂജിന. അപ്പോൾ ജൂഞ്ചിന ആണ് ഉത്തരം. അതിന് 1 മാർക്കാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് 18ാമത്തെ ചോദ്യം, യദി കവി കെ സ്ഥാൻ പർ ആപ് ഹോത്തെ തോ ക്യാ പ്രതിക്രിയ ഹോത്തി. കവിയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആൻസർ മേം ബി പ്രകൃതി കാ സ്വാഭാവിക വാതാവരൺ ലാനാ ചാഹത്താ ഹൂം. ഞാനും പ്രകൃതിയുടെ സൗന്ദര്യം, സ്വാഭാവികമായിട്ടുള്ള സൗന്ദര്യം കൊണ്ടുവരാൻ ഞാനും ആഗ്രഹിക്കുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ്സ് ആണ്. ഇത് പാഠം നന്നായി മനസ്സിലായവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. തിത്തലി എന്ന് പറഞ്ഞ പൂമ്പാറ്റ, മധുമക്കി, തേനീച്ച, പത്നി, ഭാര്യ, ബച്ച, കുട്ടികൾ. ഇവരൊക്കെ എന്താണ് കവിയോട് ചോദിച്ചത്? തിത്തലി കോമൾ സ്പർശ് ചാഹിയേ, മധുമക്കി രസ് ചാഹിയേ, പത്നി വേണി के लिए फूल चाहिए, ബച്ച ഫൂലോം की पहचान के लिए फूल चाहिए. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മിട്ടി बिल्कुल अच्छी और उर्वर हो गई, സമാൻ ആശയ വാലി പങ്ക്തി ചുൻകർ ലിഖേ. ഈ ആശയം വരുന്ന
പങ്ക്തി വരികളാണ് എടുത്ത് എഴുതേണ്ടത്. നമ്മുടെ ലാസ്റ്റത്തെ വരിയിലുള്ളത് കേട്ടോ. മിട്ടി മുസ്കുരായി അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മളിപ്പോൾ 20 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. എല്ലാം നല്ല എളുപ്പമുള്ളതാണ്. കൂട്ടുകാരെല്ലാവരും വളരെയധികം മനസ്സിലാക്കിയിട്ട് തന്നെ വീഡിയോ കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരാം. ബൈ ബൈ.